ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് 2 ടയർ ആയിട്ടുള്ള വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെസ് ബോർഡിൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷന് പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ എങ്ങനെയാണ് ചെസ് ബോർഡ് തീമിൽ കേക്ക് റെഡിയാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 4 കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 6 മുട്ട വെച്ചിട്ട് ബാറ്ററി റെഡിയാക്കിയിട്ട് ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡിലും 8 ഇഞ്ചിൻ്റെ മോൾഡിലും ഒഴിച്ച് കൊടുത്തതാണ്. 5 ഇഞ്ചല്ല 6 ഇഞ്ച് കേട്ടോ, സോറി. 6 ഇഞ്ചിൻ്റെ മോൾഡിൽ 8 ഇഞ്ചിൻ്റെ മോൾഡിലും ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വാഞ്ചോ, അതായത് വാനിലയും അതുപോലെ തന്നെ ചോക്ലേറ്റും ഫ്ലേവറിൽ 4 കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടലായിട്ട് എൻ്റെ കയ്യിൽ 2 ചെറിയ കേക്കും 2 വലിയ കേക്കും ഉള്ളത്. ഹൈറ്റൊന്നും ഇല്ലാത്ത കേക്കാണ്. അപ്പോൾ ഞാൻ അതുപോലെ ആക്കിയെടുത്തതാണ്. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ചെറിയ കേക്കുകളാണ് ചെയ്തെടുക്കുന്നത്. 2 കേക്കും സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അടിവശമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം വേറൊരു ഗ്ലാസ് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറയുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഒരു പാത്രം, ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വക്ക് ഭാഗത്ത് കൂടെ ഇങ്ങനെ കത്തി ഇറക്കിയിട്ട് അവിടെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഈ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ ആ ഒരു കൂർപ്പുണ്ടായതുകൊണ്ട് അതങ്ങോട്ട് പ്രസ് ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞാൻ ഈ ഒരു 4 കേക്കും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റത്തെ ലെയർ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുണ്ടാകും. ഞാൻ കുറേ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല. കണ്ടോ, ഒരു പീസ് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് എടുത്ത പീസ് മറ്റേ പീസുമിൽ ജോയിൻ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ കേക്കും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 കേക്ക് ബേക്കാക്കിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ 4 കേക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ വലിയ കേക്കും, അതായത് 8 ഇഞ്ചിൻ്റെ മുകളിലുള്ള കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കേക്ക് ബോർഡിന്മേൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് അധികം തന്നെ ആയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു കട്ട് പീസാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തെന്നി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് അധികമായിട്ട് തന്നെ ബോർഡിന്മേൽ ആക്കി കൊടുക്കുക ക്രീം. ഞാൻ ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് ഈ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനൊരു 7-അപ്പിൻ്റെ ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ അടുപ്പിന് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ്
ഇതിൻ്റെ ഇതിലൊന്ന് ആക്കി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കേക്കിൽ തന്നെ 4 ലെയർ ഉണ്ടാവും കേട്ടോ. 2 കേക്കാണല്ലോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, ചോക്ലേറ്റിൻ്റെയും വാനിലേൻ്റെയും. അത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ലെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ 4 ലെയറായി കണ്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഈ കേക്കിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു പാർട്ടുണ്ടല്ലോ, അത് ഞാൻ ആദ്യം വെച്ചത് വാനിലയിലും ഇപ്പോഴത്തെ ചോക്ലേറ്റാണ്. അപ്പോൾ ഇനി അടുത്ത് വെക്കുമ്പോൾ വാനില, അടുത്തത് ചോക്ലേറ്റ്, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിപ്സ് ബോർഡിൻ്റെ ആ ഒരു കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അധികം ലെങ്ത് ആവും വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ ചെറിയ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ലെയർ വെച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ബോർഡുമ്പോൾ നമുക്ക് ക്രീമൊന്നും അപ്ലൈ ചെയ്ത് വെക്കണ്ട, കാരണം മറ്റേ കേക്കിൻ്റെ മുകൾക്ക് വെക്കാനുള്ളതല്ലോ, അതുകൊണ്ട് ക്രീമൊന്നും അപ്ലൈ ചെയ്യണ്ട. ജസ്റ്റ് ആ ഒരു കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി ആക്കി കൊടുക്കണം. നേരത്തെ ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ ഇതും ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഈ ഒരു 6 ഇഞ്ചിൻ്റെ കേക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കേക്ക് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഫൈനൽ കോട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. എന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ആക്കിയെടുത്താൽ നമുക്ക് ലെവലായിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഡ്രോപ്പ് കേക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തുള്ള കേക്കിൻ്റെ കളർ ഗ്രേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വാഞ്ചോ കേക്ക് ആണെന്നുണ്ടെങ്കിലും പുറത്ത് നമ്മൾ വാഞ്ചോ കേക്കിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്യുന്നില്ല. അതങ്ങനെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതിന് ഞാൻ ഈ ഒരു ചെറിയ കേക്കും ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യുകയാണ്. ഗ്രേ കളർ ആക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ്.
അങ്ങനെ ഈ ഒരു കേക്കിൻ്റെയും ഫൈനൽ ഫ്രോസ്റ്റിങ്ങും കഴിഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫൈനൽ ഫ്രോസ്റ്റിങ്ങും കഴിഞ്ഞ ഉടനെ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, പുറത്ത് വെക്കരുത്. ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി ആദ്യത്തെ കേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റിക്ക് ഒന്ന് ഇറക്കി വെക്കണം. മറ്റേ കേക്ക് വെക്കുമ്പോൾ അതൊന്ന് താഴ്ന്ന് പോകാതിരിക്കാനും വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്റ്റിക്ക് വെക്കണത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്ട്രോ ആണ്, എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു 4 സ്ട്രോ ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. സ്ട്രോ ഇറക്കി വെച്ച സ്ഥലത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുമ്പോഴൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക, ആരെങ്കിലും ഒന്ന് ഹെൽപ്പിന് വിളിക്കുക. എന്നിട്ട് ഈവനായി കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് തന്നെ ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, സൂക്ഷിച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഈ ഒരു കേക്ക് വെച്ച സമയത്ത് കുറച്ച് ക്രീമൊക്കെ ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡറിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ഒരു ഡിസൈൻ ഇങ്ങനെ ബോർഡർ വരച്ച് കൊടുക്കാണ്. ഇനി ഇതിൻ്റെ താഴ് ഭാഗത്തെ കേക്കിൽ വേറൊരു ഡിസൈൻ ആക്കി കൊടുക്കുകയാണ്. നോസിലൊന്നും ഇടാതെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഗനാഷ് ആക്കി കൊടുക്കുകയാണ്. ഒരു 1/4 പോർഷനിൽ മാത്രമായിട്ടാണ് ഗനാഷ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഗനാഷ് ആക്കി കൊടുത്തിട്ടുള്ള ഭാഗത്ത് ചോക്ലേറ്റ്സ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുത്തത്. ഫുള്ളായിട്ട് ഡ്രിപ്പിംഗ് എഫക്റ്റിൽ ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത്. 2 കേക്കിനും കണക്ട് ചെയ്തിട്ടുള്ള, അങ്ങനെ ഞാൻ 2 കേക്കിനും കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഏത് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. വാൻ ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ വൈറ്റും ചോക്ലേറ്റും കളറിൽ ആ ഒരു കോമ്പിനേഷനിൽ കുറച്ച് ചോക്ലേറ്റ് ഇരുന്നോട്ട് വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഡെക്കറേഷൻസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലെറ്റർ മോൾഡിൽ ഡയറി മിൽക്ക് യൂസ് ചെയ്തിട്ട് ലെറ്റർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഈ ലെറ്റർ മോൾഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കണ വരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങളുടെ റിമൂവ് ചെയ്തെടുക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ അന്ന് വിട്ടുപോയതാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്ത് വീഡിയോ ചെയ്യാനതെന്ന്. അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ ഞാൻ എടുക്കുക. ഇത് ഞാൻ ഡയറി മിൽക്ക് മെൽറ്റാക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്.
അങ്ങനെ പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഹാപ്പി ബർത്ത്ഡേയുടെ കേക്ക് ടോപ്പർ കൂടിയും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും ചെയ്യാം. താങ്ക്സ് ഓൾ.